കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ഗ്രഹത്തിന് വരുത്തിവെക്കുന്ന നിരവധി അപകടങ്ങളെക്കുറിച്ച് ലോകം കൂടുതൽ ബോധവാന്മാരായി. ഭൂമിയെ ചൂടാക്കുന്ന ദോഷകരമായ വാതകങ്ങൾ കുറയ്ക്കുന്നതിനും കഠിനമായ കാലാവസ്ഥാ സംഭവങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുമുള്ള വഴികളെക്കുറിച്ച് യോജിക്കാൻ പല രാജ്യങ്ങളും ഒത്തുചേർന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഏറ്റവും ആശ്ചര്യകരമായ സംഭവവികാസങ്ങളിലൊന്ന് ഈ അന്താരാഷ്ട്ര തീരുമാനങ്ങൾ പാലിക്കേണ്ടതില്ലെന്ന് അമേരിക്ക തീരുമാനിച്ചതാണ്. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും മറ്റു പല രാജ്യങ്ങളും സംബന്ധിച്ച ആശയങ്ങൾ അമേരിക്ക നിരസിച്ച ഒരു സാഹചര്യം ഇത് സൃഷ്ടിച്ചു. കാലിഫോർണിയയിൽ വേനൽക്കാലത്ത് കാട്ടുതീ സാധാരണമാണ്. ആളുകൾ വളരെ കാലമായി അവയെ പ്രകൃതിയുടെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വർഷം ആദ്യം ലോസ് ഏഞ്ചൽസിൽ ആരംഭിച്ച കാട്ടുതീ മുമ്പ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ജനുവരി 7-ന് അതിവേഗം നീങ്ങുന്നതും വളരെ അപകടകരവുമായ തീപിടുത്തങ്ങളുടെ ഒരു പരമ്പര പൊട്ടിപ്പുറപ്പെടുകയും വലിയ പ്രദേശങ്ങളിലേക്ക് വേഗത്തിൽ പടരുകയും ചെയ്തു. ഈ തീപിടുത്തങ്ങൾ കാരണം 16 പേർ കൊല്ലപ്പെടുകയും ഏകദേശം 12,000 കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. വെറും 5 ദിവസത്തിനുള്ളിൽ 36,000 ഹെക്ടർ ഭൂമി കത്തുനശിച്ചു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏകദേശം 1,75,000 ആളുകൾക്ക് തിടുക്കത്തിൽ വീടുകൾ വിട്ടുപോകേണ്ടി വന്നു. കാട്ടുതീയിൽ നിന്നുള്ള ആകെ നഷ്ടം 135 മുതൽ 150 ബില്യൺ ഡോളർ വരെയാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും പോലുള്ള പ്രാദേശിക കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അത്തരം വിനാശകരമായ കാട്ടുതീ ആരംഭിക്കുന്നതും വളരുന്നതും എളുപ്പമാക്കിയിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാന ഭീഷണിയെ ഗൗരവമായി കാണാത്ത നേതാക്കളുടെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ഈ ദാരുണമായ സംഭവങ്ങൾ പലരെയും പ്രേരിപ്പിച്ചു. പ്രത്യേകിച്ച് ഒരു നേതാവ് കാലാവസ്ഥാ വ്യതിയാനത്തെ അവിശ്വസിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും ഈ ആശയത്തെ പരിഹസിച്ചു. അതിനെ ഒരു മിഥ്യയോ തട്ടിപ്പോ പോലുമെന്ന് വിളിച്ചു. ആഗോള കാലാവസ്ഥാ കരാറുകളെ അവഗണിക്കാൻ അദ്ദേഹം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര തീരുമാനങ്ങളെ അദ്ദേഹം നിരാകരിച്ചത് അമേരിക്കയിൽ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മാത്രമല്ല ലോകമെമ്പാടും ആശങ്കകൾ ഉയർത്തിയിട്ടുമുണ്ട്. പുതിയ ഭരണകൂടം ഭരണത്തിലേറിയപ്പോൾ ഈ കാട്ടുതീ ചിന്താഗതിയിൽ മാറ്റം വരുത്തുമോ എന്ന് പലരും ചിന്തിച്ചു. എന്നിരുന്നാലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് പറയാൻ ഇപ്പോഴും വളരെ നേരത്തെയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ആഗോള യോഗങ്ങളിൽ ഒത്തുകൂടി. നവംബറിൽ അസർബൈജാനിലെ ബാക്കുവിൽ അത്തരമൊരു യോഗം നടന്നു. വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റുകൾ, ഉഷ്ണതരംഗങ്ങൾ, പൊടിക്കാറ്റുകൾ, അപ്രതീക്ഷിതമായ കനത്ത മഴ എന്നിവയുടെ രൂപത്തിൽ കണ്ട കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഈ യോഗം മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളെ ഒരുമിച്ച് കൊണ്ടുവന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുദ്ര പതിപ്പിച്ച സംഭവങ്ങളായ മണ്ണിടിച്ചിൽ, വരൾച്ച, കാട്ടുതീ എന്നിവയും യോഗം ചർച്ച ചെയ്തു. സഹകരണം വളർത്തിയെടുക്കുക എന്നതായിരുന്നു ചർച്ചയുടെ ലക്ഷ്യമെങ്കിലും പ്രതിഷേധങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളിലും ചർച്ചകൾ അവസാനിച്ചു. ഈ ദുരന്തങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച പല ദരിദ്ര രാജ്യങ്ങൾക്കും സമ്പന്നരും വ്യാവസായികവുമായ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്ത സഹായം നൽകിയിട്ടില്ലെന്ന് തോന്നി. ഹരിതഗൃഹ വാതകങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ചാണ് സമ്പന്ന രാജ്യങ്ങൾ സമ്പന്നമായത്. ഇപ്പോൾ ആഫ്രിക്കയിലെയും ഏഷ്യൻ പസഫിക് മേഖലയിലെയും ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങളും ദുർബല രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള ദരിദ്ര രാജ്യങ്ങളാണ് വില നൽകുന്നത്. ഈ സാഹചര്യം കാരണം മുൻകാലങ്ങളിൽ പല അന്താരാഷ്ട്ര യോഗങ്ങളും അവികസിതവും വികസ്വരവുമായ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുന്നതിനും ദുരന്തങ്ങൾക്ക് ശേഷം അവരുടെ സമ്പദ്വ്യവസ്ഥ പുനർനിർമ്മിക്കുന്നതിനും ഈ രാജ്യങ്ങളെ സഹായിക്കുക എന്നതാണ് കാലാവസ്ഥാ ധനസഹായം എന്നറിയപ്പെടുന്ന ഈ സാമ്പത്തിക സഹായം. പണം നൽകുന്നത് മാത്രമല്ല, ഭാവിയിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഈ രാജ്യങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. അവരുടെ സമൂഹങ്ങളെ കൂടുതൽ ശക്തരാക്കുകയും തീവ്രമായ കാലാവസ്ഥയ്ക്കും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ മൂലമുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾക്കും ഇരയാകാതിരിക്കുകയും ചെയ്യുന്ന പദ്ധതികളും സംവിധാനങ്ങളും വികസിപ്പിക്കാൻ അവരെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ ആശയം. കാലാവസ്ഥാ ധനസഹായ പ്രക്രിയ സാധാരണയായി 3 പ്രധാന വഴികളിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യ മാർഗം നേരിട്ടുള്ള സാമ്പത്തിക സഹായമാണ്. ഈ രീതിയിൽ സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളും മുൻഗണനകളും അടിസ്ഥാനമാക്കി നേരിട്ട് പണം നൽകുന്നു. രണ്ടാമത്തെ മാർഗം നൂതന സാമ്പത്തിക സംവിധാനങ്ങളാണ്. ഫോസിൽ ഇന്ധനങ്ങളുടെ നികുതികൾ, അധിക കാർബൺ ഉദ്വമനത്തിനുള്ള ചാർജുകൾ, കാർബൺ ക്രെഡിറ്റുകളുടെ വിൽപ്പന എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവ ഒരു രാജ്യത്തിനോ കമ്പനിക്കോ ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡയോക്സൈഡ് വായുവിലേക്ക് പുറന്തള്ളാൻ അനുവദിക്കുന്ന പെർമിറ്റുകളാണ്. മൂന്നാമത്തെ മാർഗം സ്വകാര്യ മേഖലയിലൂടെയാണ്. ഇവിടെ സ്വകാര്യ കമ്പനികളും നിക്ഷേപകരും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും മൊത്തത്തിലുള്ള ഉദ്വമനം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതിന് കാറ്റാടിപ്പാടങ്ങൾ, സൗരോർജ്ജ നിലയങ്ങൾ തുടങ്ങിയ ശുദ്ധമായ ഊർജ്ജ പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നു. വർഷങ്ങളായി നിരവധി അന്താരാഷ്ട്ര കാലാവസ്ഥാ യോഗങ്ങളിൽ ഈ ആശയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2009 കോപ്പൻഹേഗൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ വികസ്വര രാജ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനെക്കുറിച്ച് പല രാജ്യങ്ങളും സംസാരിച്ചു. ചർച്ചകൾ സാമ്പത്തിക സഹായ വാഗ്ദാനത്തിലേക്ക് നയിച്ചു. 2010 മെക്സിക്കോയിലെ കാൻകൂണിൽ നടന്ന ഒരു യോഗത്തിൽ ഗ്രീൻ ക്ലൈമറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരിൽ ഒരു സാമ്പത്തിക സംവിധാനം സ്ഥാപിക്കപ്പെട്ടു. 2020 ആകുമ്പോഴേക്കും ദരിദ്ര രാജ്യങ്ങൾക്ക് $100 ബില്യൺ സഹായം നൽകുക എന്നതായിരുന്നു ആശയം. എന്നിരുന്നാലും ഈ വാഗ്ദാനം പൂർണ്ണമായി പാലിക്കപ്പെട്ടില്ല. 2015 പാരീസ് ഉച്ചകോടിയിൽ ഈ വിഷയം വീണ്ടും ഉയർന്നു വന്നു.
196 രാജ്യങ്ങൾ പങ്കെടുത്ത ആ യോഗത്തിൽ ചരിത്രപരമായ ഒരു കരാറിലെത്തി. എല്ലാ രാജ്യങ്ങളും അവരുടെ ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കുന്നതിൽ പ്രവർത്തിക്കണമെന്നും ഓരോ 5 വർഷത്തിലും അവരുടെ പുരോഗതി റിപ്പോർട്ട് ചെയ്യണമെന്നും പാരീസ് ഉടമ്പടി ആവശ്യപ്പെട്ടു. 2050 ആകുമ്പോഴേക്കും ഉദ്വമനം 0 കുറയ്ക്കുക എന്നതാണ് കരാർ ലക്ഷ്യമിടുന്നത്. ഈ അഭിലാഷകരമായ ലക്ഷ്യം ഉണ്ടായിരുന്നിട്ടും കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് കരാറിന് കീഴിൽ വാഗ്ദാനം ചെയ്ത ഫണ്ടുകൾ ഇപ്പോഴും പര്യാപ്തമല്ലെന്ന് പലരും വിശ്വസിക്കുന്നു. പാരീസ് ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ആഗോള താപനിലയിലെ വർധനവ് വ്യാവസായികത്തിന് മുമ്പുള്ളതിനേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസിൽ കൂടരുത്, 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന അനുയോജ്യമായ ലക്ഷ്യത്തോടെ പരിമിതപ്പെടുത്തുക എന്നതായിരുന്നു. ജനസംഖ്യാ വളർച്ച, വാഹനങ്ങളുടെ വർദ്ധിച്ച ഉപയോഗം, വ്യാവസായിക വികസനം, ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം തുടങ്ങിയ ഘടനകൾ ഈ ശ്രമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നതിനാൽ ഈ ലക്ഷ്യം കൈവരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വികസിത രാജ്യങ്ങൾ ഈ ഉച്ചകോടികളിൽ നൽകിയ പ്രതിജ്ഞാബദ്ധതകൾ പൂർണ്ണമായും സ്വീകരിച്ചിട്ടില്ല. അവരുടെ നിലവിലെ ഉദ്വമനം സൂചിപ്പിക്കുന്നത് നൽകിയ വാഗ്ദാനങ്ങൾ പൊള്ളയായ വാക്കുകളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഉദാഹരണത്തിന് ചൈനയും അമേരിക്കയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന 2 രാജ്യങ്ങളാണ്. 2023 ലോകത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ ഏകദേശം 35% ചൈന മാത്രമാണ് ഉത്തരവാദി. ഈ പ്രവണതകൾ തുടർന്നാൽ 2100 ആകുമ്പോഴേക്കും ആഗോള താപനില വ്യാവസായികത്തിന് മുമ്പുള്ളതിനേക്കാൾ 3.7 മുതൽ 4.8 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് ശാസ്ത്രീയ റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നു. പാരീസ് ഉടമ്പടി പ്രകാരം വാഗ്ദാനം ചെയ്ത $100 ബില്യൺ വികസ്വര രാജ്യങ്ങൾക്ക് തുടർന്നും ലഭ്യമാകുമെന്ന് ഉറപ്പാക്കുന്നതിലാണ് ബാക്കു ഉച്ചകോടിയിലെ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ദുർബല രാജ്യങ്ങളിലെ പല നേതാക്കളും അവർ നേരിടുന്ന കഠിനമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംസാരിച്ചു. ദക്ഷിണ പസഫിക്കിലെ വാനുവാട്ടു പോലുള്ള ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രത്തിൽ ഓരോ ശക്തമായ ചുഴലിക്കാറ്റും വരുമാനത്തിൽ വലിയ നഷ്ടം വരുത്തുന്നുവെന്ന് നേതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ വാനുവാട്ടു 5 സൂപ്പർ സൈക്ലോണുകൾ അനുഭവിച്ചു. നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. പല ചെറിയ രാജ്യങ്ങളും നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പണം കടം വാങ്ങാൻ നിർബന്ധിതരാകുന്നു. ഇത് അവരുടെ കടം വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ബഹാമാസിൽ ദേശീയ കടത്തിന്റെ ഏകദേശം 40% പ്രകൃതി ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നാണ്. കരീബിയനിലെ ഒരു ചെറിയ ദ്വീപരാഷ്ട്രമായ ഡൊമിനിക്കയിൽ 2017 മരിയ ചുഴലിക്കാറ്റ് മൂലമുണ്ടായ നാശം ദേശീയ കടത്തിന് വൻ വർധനവിന് കാരണമായി. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 100% എത്തി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾക്ക് ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങൾ എത്രത്തോളം ദുർബലരാണെന്ന് ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ ഉത്തരവാദിത്തം എല്ലാ രാജ്യങ്ങളും തുല്യമായി പങ്കിടുന്നില്ല. 1870 മുതൽ 2019 വരെ വികസിത രാജ്യങ്ങളായ അമേരിക്ക, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ, റഷ്യ, ബ്രിട്ടൻ, ജപ്പാൻ, ചൈന പോലുള്ള ലോകത്തിലെ കാർബൺ ഉദ്വമനത്തിന്റെ ഏകദേശം 60% ഉൽപ്പാദിപ്പിച്ചു. ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങൾ 40% മാത്രമാണ് ഉൽപ്പാദിപ്പിച്ചത്. ഈ അസന്തുലിതാവസ്ഥ കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടുന്നതിൽ സമ്പന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പലരും വിശ്വസിക്കുന്നു. അവർ പിഴ അടയ്ക്കുകയും കഠിനമായ കാലാവസ്ഥാ സംഭവങ്ങളും മറ്റു ദുരന്തങ്ങളും മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ സഹായം നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രശ്നത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയവർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണം എന്നതാണ് ആശയം. ഈ വിഷയം കോടതികളിലും എത്തിയിരുന്നു. ആദ്യമായി കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് ഒരേ സമയം പരിശോധിക്കേണ്ടി വന്നു. ദോഷകരമായ കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിന് എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങൾ കോടതിയോട് ഉപദേശക അഭിപ്രായം ചോദിച്ചു. ഡിസംബർ 1 ഹേഗിലെ പീസ് പാലസിൽ വാദം കേൾക്കലുകൾ നടന്നു. കാർബൺ ബഹിർഗമനം സംബന്ധിച്ച് രാജ്യങ്ങൾ പാലിക്കേണ്ട വ്യക്തമായ നിയമങ്ങളെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കടുത്ത ഭീഷണികൾ നേരിടുന്ന ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങളെ സമ്പന്ന രാജ്യങ്ങൾ എങ്ങനെ സഹായിക്കണമെന്നതിനെക്കുറിച്ചുമാണ് ചർച്ചകൾ നടന്നത്. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് ആരാണ് ഉത്തരവാദിയെന്നും ഓരോ രാജ്യവും അവരുടെ ചരിത്രപരമായ ബഹിർഗമനത്തെ അടിസ്ഥാനമാക്കി എത്രമാത്രം സംഭാവന നൽകണമെന്നും കോടതി വ്യക്തമാക്കണമെന്ന് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന 2 പ്രധാന കൂട്ടം രാജ്യങ്ങളുണ്ട്. പസഫിക്, കരീബിയൻ, ഇന്ത്യൻ മഹാസമുദ്രം തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങളാണ് ആദ്യ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. സമുദ്രനിരപ്പ് ഉയരുന്നതും ഉയർന്ന താപനിലയും മൂലമുള്ള ഏറ്റവും അടിയന്തര ഭീഷണികൾ ഈ രാജ്യങ്ങൾ നേരിടുന്നു. സമുദ്രനിരപ്പ് ഉയരുമ്പോൾ ഈ ദ്വീപുകൾ പൂർണ്ണമായി മുങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിലെ പ്രവണതകൾ തുടർന്നാൽ ടുവാലു പോലുള്ള ചെറിയ ദ്വീപുകൾ ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ നിലനിൽക്കില്ലെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഇതിനകം തന്നെ പരിമിതമായ വിഭവങ്ങളുമായി പൊരുതുന്ന വികസ്വര രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ പലതിലും സമ്പദ് വ്യവസ്ഥ കൃഷിയെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റുകൾ, വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ മൺസൂൺ എന്നറിയപ്പെടുന്ന മഴക്കാലം കൃഷിക്ക് നിർണായകമാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലം മൺസൂൺ തടസ്സപ്പെടുമ്പോൾ അത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഉപജീവന മാർഗത്തിനും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാമ്പത്തിക ആഘാതം വളരെ വലുതാണ്.
2017 ദുരന്തങ്ങൾ ലോകമെമ്പാടും ഏകദേശം $320 ബില്യൺ നഷ്ടമുണ്ടാക്കി. 2013 ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്കം ഏകദേശം $2 ബില്യൺ നഷ്ടത്തിന് കാരണമായി. അതേസമയം ഫിലിപ്പീൻസിലെ ഹയാൻ ചുഴലിക്കാറ്റ് $6 ബില്യൺ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ സാമ്പത്തിക ചെലവ് ഈ സംഭവങ്ങൾ കാണിക്കുന്നു. മൊത്തത്തിൽ ഈ സംഭവങ്ങൾ നഷ്ടങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വലിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.